ഇന്നത്തെ വീഡിയോ എന്ന് ചെറിയൊരു വീഡിയോ ആണ്. ആക്ച്വലി നിങ്ങളിപ്പം യൂട്യൂബിൽ ഇടയ്ക്ക് വെച്ച് ഒരു 2-3 മന്ത്സ് ബാക്ക് ഒക്കെ നിങ്ങൾ സെപ്ലിൻ എന്നൊരു വീഡിയോ കണ്ടു കാണുമല്ലോ. ലൈക്ക് ഒരു പുള്ളിക്കാരെ എങ്ങനെ അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ ഗിറ്റാറല്ല പിയാനോ വായിക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇറ്റ് വാസ് എ ക്രീപ്പി വീഡിയോ ആസ് വെൽ ആസ് കംഫർട്ടിങ്. ആൻഡ് കമൻറ്റ് സെക്ഷൻ എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഞാനും കണ്ട് നോക്കി. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതൊരു ലൈക്ക് സജഷനിൽ വന്ന് കാണും. ഐ ആം പ്രിറ്റി ഡാം ഷുവർ. എനിക്ക് വന്നപ്പോൾ ലൈക്ക് ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളൊരു വീഡിയോ. അതായത് 2024 ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള വീഡിയോ ഉണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിച്ച് പോയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ ഞാൻ കണ്ടു. കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ കമൻറ്റ് സെക്ഷൻ മൊത്തം അതായത് ആ വീഡിയോയ്ക്ക് ഇപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു ഭയങ്കര റീച്ച് ഉണ്ട്. ഏതാണ്ട് കണക്കിന് വ്യൂസ് ഉള്ള 2.8 എന്തോ. ആ ചാനൽ 2020 തുടങ്ങിയ ചാനൽ 2024 മാർച്ചിനാണെന്ന് തോന്നുന്നു. മാർച്ചിനാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. അത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു പിയാനോ വായിക്കുന്ന വീഡിയോ ആണ്. ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് ലൈക്ക് പണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പം പോസ്റ്റായ വീഡിയോ ആണോ എന്ന് തന്നെ എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഓക്കെ, അതിൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ഒരു റൈറ്റിങ്ങും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ആകെ അതിൽ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അതിലിങ്ങനെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹെല്ലെന്നാണ് ഇട്ടിരുന്നത്. ദാറ്റ്സ് റിയലി ക്രീപ്പി ആക്ച്വലി. എന്നിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഒരു ആണാണോ പെണ്ണാണോ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ല. കണ്ടിട്ടൊരു ലക്ഷണം വെച്ചൊരു പെണ്ണിൻ്റെ കൈ പോലെ തോന്നി. അത് ഒരു പിയാനോ, ഒരു സ്റ്റേജിൻ്റെ ബാക്കിൽ ഇരുന്നൊരു പിയാനോ വായിക്കുന്ന വീഡിയോ ആണിത്. ആൻഡ് ആ മ്യൂസിക് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു, ലൈക്ക് ഷസാം നോക്കി. ഒരു രക്ഷയില്ല. അത് പുള്ളിക്കാരൻ തന്നെ കമ്പോസ് ചെയ്തു. പുള്ളിക്കാരിയോ തന്നെ കമ്പോസ് ചെയ്തൊരു മ്യൂസിക്കാണ്. ആൻഡ് പുള്ളിക്കാരൻ മാസ്ക് വെച്ചിട്ടുണ്ട്. ആ ഡ്രസ്സിങ്ങും ഒരു നമുക്ക് ആ ഒറിജിന് കിട്ടാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഒരു പണ്ട് അറിയാണ്ട് കൈതട്ടി വന്നായിരിക്കും. പിന്നെ ഞാനത് ശ്രദ്ധിച്ചു. മാസ്കിൻ്റെ പിന്നിൽ നോക്കി ഒന്നും കിട്ടുന്നില്ല, ഡ്രസ്സിൻ്റെ പിന്നിൽ നോക്കി ഒന്നും കിട്ടുന്നില്ല, ഇരിക്കുന്ന സ്ഥലം ഒന്നും ഒരു ഐഡിയയും തരാത്തൊരു പോയിന്റ്. അതിൽ 1 എന്നൊരു സാധനം അവിടെ നിങ്ങൾ കാണാമല്ലോ. ലൈക്ക് 1 എന്നൊരു സാധനം മാത്രമാണ് എനിക്ക് കുറച്ചൊക്കെ പെക്യുലർ ആയിട്ട് തോന്നി. അതിനുശേഷം അത് കറിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഫണ്ണി ബിയർ ഡാൻസ് അതിങ്ങനെ ഡാൻസ് കളിക്കുക. അപ്പോൾ ആദ്യം ടൂണിൽ അത് സാധാരണ വീഡിയോ ഇങ്ങനെ ആക്കും. അതൊരാണെന്നെ പോലെയാണ് തോന്നിയത്. അതിങ്ങനെ ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് ആദ്യമൊക്കെ സാധാ പോലത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫസ്റ്റ് വീഡിയോയിൽ ഇത്ര റീച്ച് കിട്ടിയിട്ട് സെക്കൻഡ് വീഡിയോ ഇത് കാണുമ്പോൾ ഇതിലും റീച്ച് കയറും, അങ്ങനെ ഹവേഴ്സ് കയറും, അങ്ങനെ കാണിച്ചിട്ട് അവസാനം സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ബെയർ ഇങ്ങനെ ആയിട്ട് അങ്ങ് കൊളാപ്സ് ആവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത് ഈ 2 വീഡിയോ ആണ് ഇട്ടത്. ഇതെന്താണ്, വ്യൂസിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഓക്കെ, ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ 2-3 ദിവസം മുന്നേ ലൈക്ക് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആ ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നോക്കിയപ്പം ആ ഒരു ബെയറിൻ്റെ വീഡിയോ നല്ല റീച്ച് കയറിയ വീഡിയോ ആണ്. വാച്ച് അവേഴ്സിന് ആണെന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല. ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതിലൊരു കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ലൊക്കേഷൻ വന്നിട്ട് ഹെവൻ എന്നാണ്. അതായത് ആ ബൊമ്മ ബെയർ ഇങ്ങനെ ആക്കിയിട്ട് കൊളാപ്സ് ആയിട്ട് വീഴുന്നു. ആ ഒരു സംഭവം എന്താണ്, അത് ആ ഒരു വീഡിയോയിൽ പെക്കുലറായിട്ട് എനിക്ക് തോന്നി 2 സ്ട്രൈപ്സ് ഉണ്ട്. 2 ഡിനോട്ട് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ 1 ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് വീഡിയോയിൽ 2 ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനി അടുത്ത വീഡിയോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ പിന്നെ ജസ്റ്റ് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ സെക്കൻഡ് വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കണം. എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. ഭയങ്കര മിസ്റ്റീരിയസ് ആണ് ആ ചാനലിലെ കാര്യം തന്നെ. എനിക്കറിയണ്ട, പഴയ എന്നാൽ ഇപ്പോഴത്തെ ഫോണിൽ നിന്നൊന്നും അല്ല എടുത്തത്. എന്തായാലും പഴയ ഫോണിൽ നിന്നാണ് എടുത്തത്. പഴയ ഫോണിൽ എടുത്തിട്ട് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തതാണോ? പക്ഷെ ഷെഡ്യൂൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തെന്ന് ഇരിക്കട്ടെ, എന്തായിരുന്നാലും ഹവേഴ്സിന് വേണ്ടിയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ എന്തായാലും ഈ ഹവേഴ്സ് നഷ്ടപ്പെട്ട് കാണും. സെക്കൻഡ് വീഡിയോ ഡിലീറ്റ് ചെയ്താൽ എന്തായാലും ഹവേഴ്സ് നഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് ആ മൂവ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഇതിലിപ്പോൾ പറയുന്ന സെപ്ലിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആ ഒരു പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി, ആ ഒരു DP കാണിക്കുന്ന ആ വ്യക്തി തന്നെ ആയിരിക്കും. ഭയങ്കര മിസ്റ്റീരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് പറയുക. ലൈക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് 1 എന്ന് ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് വീഡിയോയിൽ 2 എന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് വീഡിയോ കാണാനില്ല. സെക്കൻഡ് വീഡിയോ നല്ല റീച്ചുള്ള വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ഹവേഴ്സ് നഷ്ടപ്പെടുകയാണ്. വൈ ആ ഒരു മൂവ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹവേഴ്സ് അല്ലെങ്കിൽ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഇൻകമോ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം എന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് ആ സെക്കൻഡ് വീഡിയോ വച്ചിട്ട് തേർഡ് വീഡിയോ ഇടാനായിരിക്കും ചാൻസ്. പക്ഷെ സെക്കൻഡ് വീഡിയോ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടൊരു ലോജിക്കേ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ തോട്ട്സും കൂടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത് തന്നെയാണ് വീഡിയോ. ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നിയ തോട്ട്സിന് എങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നി. ജസ്റ്റ് ആ ചാനൽ നോക്കിയപ്പോൾ ആ വീഡിയോ കാണാനില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി, എന്തുകൊണ്ടായിരിക്കും ഇനിയിപ്പം ഡാർക്ക് പോലും ആയിരിക്കും.
നോ ഐഡിയ. ഡാർക്ക് വെബ് വല്ലതും ആണോ? ലൈക്ക് ഡാർക്ക് വെബിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് വലിയ പിടിയില്ല. അവിടെയൊക്കെ ഒരു പിടിയില്ല. മൊത്തത്തിൽ ആ വീഡിയോ ഭയങ്കര അനോണിമസ് ആണ്. ഫസ്റ്റ് വീഡിയോ പോട്ടെന്ന് നോക്കിയാൽ സെക്കൻഡ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് ജോബ് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ട് അവനെ ഈ വേൾഡ് ലൈക്ക് ഇങ്ങനെ ആ ഒരു ടൂണിൻ്റെ ചൊൽപ്പടിയിൽ നിർത്തി ഒരു പോയിന്റ് എത്തുമ്പം അവൻ ഡെത്ത് ആവുന്നു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ സ്റ്റോറി. ഇപ്പം നിങ്ങൾക്ക് ഓരോ തരത്തിലായിരിക്കും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചേക്കണത്. ലൈക്ക് എനിക്ക് കിട്ടിയ സ്റ്റോറി അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ വിഷൻ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ. അടുത്തൊരു അൺഫിൽറ്റഡ് കണ്ടന്റ് വരുന്നത്. ദിസ് ഇസ്